ഒരുപാട് റിയാക്ഷൻ വീഡിയോകളും ഒരുപാട് വീഡിയോകളും നല്ല കോമഡി വീഡിയോകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് യൂട്യൂബർമാർ വ്ളോഗ് ചെയ്യുന്നതും അതും ഇതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ജസ്റ്റ് ഫോർ മീഡിയ എന്നും പറഞ്ഞിട്ടൊരു മീഡിയയിലൊരു പച്ചയ്ക്ക് സ്ത്രീകളെ തേച്ചൊട്ടിക്കുന്ന രീതിയിലത്തെ ഒരു വീഡിയോ ഇതുവരെ സത്യം പറഞ്ഞപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോകൾ കണ്ടിട്ട് ഞാൻ ആ ചാനൽ കയറി നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം വേറൊന്നുമല്ല, അതിൻ്റെ ആ തമ്പനയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ തമ്പനയിൽ ഞാനൊന്ന് വായിക്കാം. പഴയ നടി രാഗിണി സംശയരോഗിയായ ഭർത്താവ്. ഓക്കെ, അത് പോട്ടെ. ലാലേട്ടൻ്റെ 3000 സ്ത്രീകൾ എവിടെ? നയൻതാരയുടെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ മോഹൻലാലോ? അതുപോലെ തന്നെ നമ്മുടെ മുൻകാല നായികയായിരുന്നു. ഒരു വിധപ്പെട്ട സിനിമയിലൊക്കെ നല്ല രീതിയിൽ നല്ലപോലെ നായിക കഥാപാത്രങ്ങളും ഉപനായികമാരും കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് ജീവിതത്തിൽ നൈരാശ്യം കൊണ്ടാണോ എന്തോ ആ മയൂരി എന്ന് പറയുന്നൊരു നടി, നമ്മുടെ ആകാശഗംഗയിൽ യക്ഷിയായിട്ടൊക്കെ വന്ന മയൂരി എന്ന് പറയുന്ന നടി ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ നടിയെ പറ്റി വരെ അനാവശ്യം എഴുതിയിട്ടുണ്ട്. കണ്ടോ, ആ നടിയെ പറ്റി വരെ അനാവശ്യം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശ്വേതാമേനോനെ പറ്റിയിട്ടും എഴുതിയിട്ടുണ്ട്. അതുപോലെ ചാർമിള, അവിഹിതത്തിന്റെ രാജകുമാരി, എന്തോന്നടേ ഇത്. തന്നെ പ്രിയദർശൻ, ലിസി, വഴിവിട്ട ബന്ധം, പുറത്ത് എല്ലാം അവിഹിതമാണ്. കണ്ടോ, എല്ലാം. അതോ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. പക്ഷെ ഇതുപോലെ ഈ നെഗറ്റീവ് പറയുന്നത് കൊണ്ടായിരിക്കും ഒരെണ്ണം പോലും ഇല്ല. 20K 30Kയിൽ താഴ്ന്നുള്ള ഒരു വ്യൂ പോലും ഇതിനകത്ത് പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഇത്രയും വ്യൂ കിട്ടുന്ന ഇത്രയും റീച്ചുള്ള ഒരു ചാനലാക്കി എടുത്തത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിയ അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് ഇത്രയും ഈ ചാനൽ റീച്ചാക്കി എടുത്തത്. അപ്പൊ അത് കാണാനും ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് പറയുന്നത് കൊണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മിയെ പറ്റിയിട്ടുള്ള പച്ച അപരാധങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് കാരണം ലക്ഷ്മി നക്ഷത്രം കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് പുള്ളിക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നല്ല കാര്യമായിട്ട് സൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പിറ്റേന്ന് തന്നെയാണ് ഈ മനമാറ്റം. അതായത് ലക്ഷ്മി നക്ഷത്രം എൻ്റെ പേരിൽ കേസ് കൊടുത്തു. ബാക്കി ഞാൻ വീഡിയോയിൽ പറയാം. വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ യൂട്യൂബിലായാലും ഏത് രീതിയിലായാലും നമ്മൾ ഇതിനകത്ത് തന്നെ രഞ്ജുഷ കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്ത സീരിയൽ നടി രഞ്ജുഷ മേനോനെ പറ്റിയിട്ടും അനാവശ്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തികളായാലും മരിച്ചുപോയ വ്യക്തികളായാലും ഇപ്പം മരിച്ചുപോയ വ്യക്തികളെ പറ്റി പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാൻ വരത്തില്ല എന്നുള്ള ഉറപ്പുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് ചെയ്യുന്നത്, പച്ചയ്ക്ക് അങ്ങ് പറയുന്നത്. അത് പോട്ടെ. പക്ഷേ നമ്മൾ ഒരാളെ പറ്റി കാണാതെയും കേൾക്കാതെയുമുള്ള കാര്യങ്ങൾ ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും പോക്കൃത്തരമായിട്ട് വീഡിയോകൾ ചെയ്യരുത്. രണ്ടാമത്തത്, നയൻതാരയുടെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ മോഹൻലാലാണെന്ന് ഇങ്ങനെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കണ്ടേന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത്രയ്ക്ക് ആവശ്യമില്ലാത്ത പിന്നെ ഇപ്പൊ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നവരെ കയറി ചോദ്യമ്പോൾ ചാനലിൽ കയറുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് അപരാധങ്ങൾ എഴുതി വിടുന്നത്. അതുപോലെ ശ്വേതാമേനോന്റെ പ്രസവം, എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്, ഈ പുള്ളിക്കാരൻ്റെ നാട്ടില് ഈ മറ്റുള്ള പെൺകുട്ടികളെയൊക്കെ പെണ്ണ് കാണാൻ വരുന്ന അല്ലെങ്കിൽ കല്യാണം ആലോചിക്കാൻ വരുന്നവരാരെങ്കിലും വഴി തെറ്റി ചെന്ന് ഇങ്ങേരുടെ അടുത്ത് വഴി ചോദിക്കുകയോ അല്ലെങ്കിൽ വീട് ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുമോ എന്ന് വെച്ചാൽ മറുപടി പറയുന്ന ഈ രീതിയിലായിരിക്കത്തില്ലേ? ആണോ അല്ലേ? അതൊന്ന് ചിന്തിച്ച് നോക്കി. ആ നാട്ടിലെ ഒരൊറ്റ പെൺകുട്ടികളെയെങ്കിലും നല്ല രീതിയിൽ കല്യാണം കഴിപ്പിക്കാൻ ഇങ്ങനെ സമ്മതിക്കുമോ? ആവശ്യമില്ലാത്ത കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തായിരിക്കും ഇതേപോലെ കല്യാണം മുടക്കി. നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ കല്യാണം മുടക്കി കിടന്നത്? ചിലപ്പോൾ അതുപോലെ ആയിരിക്കാം ഇതും. എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയാണ്. അതുപോലെ ഈ നയൻതാരയോ അല്ലെങ്കിൽ ഈ മോഹൻലാലോ അല്ലെങ്കിൽ നയൻതാരയുടെ ഭർത്താവോ ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെടിവെച്ച് കൊല്ലും. അത്രയ്ക്ക് അനാവശ്യമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് കേൾക്കുമ്പോൾ അത് അറിയാൻ പറ്റും. നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ റീച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് വല്ല വാർക്കപ്പണിക്കും പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ കയറിയിരുന്ന് കല്യാണം കഴിച്ച കുട്ടികളെയും അല്ലെ കല്യാണം കഴിക്കാത്ത കുട്ടികളെ ആയാലും ഇതേപോലെ പച്ചയ്ക്ക് അപരാധങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് വേറെ ജോലിക്ക് പോകുന്നതല്ലേ നല്ലത്. ആ ജോലി എന്തുവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും ലക്ഷ്മി നക്ഷത്ര ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആ പെൺകുട്ടി അത് കണ്ടില്ല എന്ന് നടിച്ചില്ല. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലക്ഷ്മി നക്ഷത്ര അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ
ലക്ഷ്മി നക്ഷത്രം അതിന് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാൾ വലുത് പറയും. ഇപ്പോഴേ തന്നെ അത് പ്രതികരിച്ചത് കൊണ്ട് ഇപ്പം മനമാറ്റം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായിട്ടാണ് അടുത്ത വീഡിയോ ഇട്ടേക്കുന്നത്. ആ ലക്ഷ്മി നക്ഷത്രത്തെ പറ്റി ഇട്ട വീഡിയോ പുള്ളിക്കാരൻ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ വിളിച്ച് നല്ല പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ മാനസാന്തരം ഉണ്ടായതിന് ശേഷം ഇട്ടേക്കുന്ന വീഡിയോ ആണ്. ഒരു 5 മണിക്കൂറങ്ങാണ്ട് ആയിട്ടുള്ള ആ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഈ സ്ത്രീകളെ പറ്റിയുള്ള ഈ അനാവശ്യ പറച്ചിലാണ് ഞാൻ ഇതിന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ലക്ഷ്മി നക്ഷത്രം ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. നാളെ ഒരു സമയത്ത് വേറൊരു രീതിയിലും പറയാൻ മടിക്കത്തില്ല. വേറെയുള്ള സെലിബ്രിറ്റികളായാലും കല്യാണം കഴിച്ചവരെ ആയാലും കഴിക്കാത്തവരെ ആയാലും ഇപ്പോൾ പിന്നെ സിനിമാ രംഗത്ത് തന്നെ ഒരുപാട് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ വരുന്നുണ്ട്, വന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ പറ്റി ഇതുപോലെ വേണ്ടാധീനങ്ങൾ പറയാൻ ചിലപ്പോൾ ഈ പുള്ളിക്കാരൻ മടിക്കത്തില്ല. ലക്ഷ്മി നക്ഷത്രം എന്തായാലും അത് ഒട്ടും വിട്ടുകൊടുക്കാതെ ആ സ്പോട്ടിൽ തന്നെ അത് ഇടപെട്ട് അതിന് നിയമപരമായിട്ട് പോയ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ഈ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ മാപ്പ് പറയുകയും ചെയ്തു. എന്തായാലും ആ മാനസാന്തരം ഉണ്ടായി. ഇതൊരു തുടക്കമായി കണ്ട് ഇനിയുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെങ്കിലും ഇങ്ങനെ പറയാതിരിക്കട്ടെ. മാനസാന്തരം വന്നെങ്കിൽ നല്ലത്. ആ ചാനലിലെ കയറി നമ്മൾ ആ ഒരു തമ്പനയിലുകൾ മാത്രം നോക്കിയാൽ മതി. ആ ചാനലിന്റെ സ്റ്റാൻഡേർഡുകൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് അത് ഇട്ടേക്കുന്ന എല്ലാം. ലക്ഷ്മി നക്ഷത്രയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ.